കൊമേഴ്സ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ കുറച്ച് ടേംസിനെ കുറിച്ചൊക്കെയാണ്. എന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദോസ് ടെക്നിക്സ് വിച്ച് പ്രൊവൈഡ്സ് ദ ഡിസിഷൻ മേക്കർ വിത്ത് എ സിസ്റ്റമാറ്റിക് ആൻഡ് പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പവർഫുൾ മീൻസ് ഓഫ് അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോറിലേഷൻ എന്താണെന്ന് നോക്കാം. ദ ടേം കോറിലേഷൻ റെഫേഴ്സ് ടു ദ റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അല്ലെങ്കിൽ അധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ ആണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ടു വേരിയബിൾസ് ആർ സെറ്റ് ടു ബി കോറിലേറ്റഡ് ഇഫ് ദ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ റിസൾട്ട് ഇൻ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ അതർ വേരിയബിൾ. രണ്ട് വേരിയബിൾസ് കോറിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വേരിയബിൾസിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ചേഞ്ചസ് മറ്റേ വേരിയബിൾസിലും സംഭവിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫാൾസ് വെൻ ദ ഡിമാൻഡ് ഇൻക്രീസ് ആൻഡ് വൈസ് വേഴ്സ. ഒരു കമ്മോഡിറ്റീൻ്റെ പ്രൈസ് ഫാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിമാൻഡ് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഒരു കമ്മോഡിറ്റീൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഡിമാൻഡ് കുറയുന്നുണ്ടെന്ന് പറയാം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ദ വാല്യൂ ഓഫ് ടു വേരിയബിൾ മൂവ് ഇൻ സെയിം ഡയറക്ഷൻ ദ കോറിലേഷൻ സെറ്റ് ടു ബി പോസിറ്റീവ്. രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. Increase in the value of one variable result in increase in the value of other variable, or decrease in the value of one variable result in decrease in the value of other variable. ഒരു വേരിയബിളിൽ എന്താണ് വേരിയബിളിൻ്റെ വാല്യൂവിൽ ഇൻക്രീസ് ആകുന്ന സമയത്ത് റിസൾട്ട് ചെയ്യുന്നത് മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂവിൽ എന്താണ് ഇൻക്രീസ് തന്നെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂ റിസൾട്ട് ചെയ്യുന്നത് ഡിക്രീസ് തന്നെയാണെങ്കിൽ അതിനെയാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പ്രൈസ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ ആൾസോ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പ്രൈസ് കുറയുന്ന സമയത്ത് എന്താണ് സപ്ലൈയും കുറയുന്നുണ്ട്. ആണ് പോസിറ്റീവ് കോറിലേഷൻ. ഇനി നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് വെൻ ദ വാല്യൂ ഓഫ് ടു വേരിയബിൾസ് മൂവ് ഇൻ ടു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദ കോറിലേഷൻ സെറ്റ് ടു ബി നെഗറ്റീവ്. രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് മൂവ് ചെയ്യുന്നത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രൈസും ഡിമാൻഡും അതിനൊരു എക്സാമ്പിളാണ്. പ്രൈസ് കൂടുമ്പോൾ എന്താണ് ഡിമാൻഡ് കുറയുന്നുണ്ട്, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നത്. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതാണ് നെഗറ്റീവ് കോറിലേഷൻ. ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. കോറിലേഷൻ ഒന്നില്ലെങ്കിൽ ലീനിയർ ആക്കുക അല്ലെങ്കിൽ നോൺ ലീനിയർ ആക്കുക. ലീനിയർ എന്ന് പറഞ്ഞാൽ when the amount of change in one variable leads to constant ratio of change in other variable the correlation set to be linear. ഒരു വേരിയബിളിൽ ഒരു എമൗണ്ട് ഓഫ് ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ മറ്റൊരു വേരിയബിളിൽ കോൺസ്റ്റൻറ്റ് എമൗണ്ട് ഓഫ് ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് an increase in the price by 10% leads to a decrease in demand by 5% each time. ഇവിടെ പ്രൈസും സപ്ലൈയും തമ്മിലൊരു ലീനിയർ റിലേഷനാണുള്ളത്. നമ്മൾ ലീനിയർ കോറിലേഷൻ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. ഇനി നോൺ ലീനിയർ കോറിലേഷൻ ആണ്. വെൻ ദർ ഈസ് ആൻ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഈസ് നോട്ട് മേക്കിംഗ് കോൺസ്റ്റൻറ്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ ദ കോറിലേഷൻ സെറ്റ് ടു ബി നോൺ ലീനിയർ. ഒരു വേരിയബിളിൽ എന്തെങ്കിലും എമൗണ്ട് ഓഫ് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വേരിയബിളിൽ കോൺസ്റ്റൻറ്റ് റേഷ്യോ ഓഫ് ചേഞ്ചസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ദെൻ സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ കോറിലേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ ബേസ് ഇരിക്കുന്നത് നമ്പർ ഓഫ് വേരിയബിൾസ് അണ്ടർ ദ സ്റ്റഡി ആണ്. ആൻഡ് ഇഫ് ദ സ്റ്റഡി ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ കോറിലേഷൻ. സ്റ്റഡി കണ്ടക്ട് ചെയ്തിരിക്കുക രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. പ്രൈസും ഡിമാൻഡും ആണ് എക്സാമ്പിൾ
പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ സ്റ്റഡി ദ റിലേഷൻ ബിറ്റ്വീൻ ദ 3 or more variables the correlation may be partial or multiple correlation. സ്റ്റഡി കണ്ടക്ട് ചെയ്തിരിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ 3 അല്ലെങ്കിൽ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാർഷ്യൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. പാർഷ്യൽ കോറിലേഷൻ വി റെക്കഗ്നൈസ് 3 or more variables but study the relation between 2 variables keeping the other variable constant. പാർഷ്യൽ കോറിലേഷനിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് 3 അല്ലെങ്കിൽ അധികമോ വേരിയബിൾസിനെയാണ്. പക്ഷേ നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കുന്നത് എന്താണ് 2 വേരിയബിൾസിനെ മാത്രമായിരിക്കും. മറ്റൊരു വേരിയബിളിനെ എന്താണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നുണ്ട്. ആൻഡ് അണ്ടർ മൾട്ടിപ്പിൾ കോറിലേഷൻ വി സ്റ്റഡി ദ റിലേഷൻ ബിറ്റ്വീൻ 3 or more വേരിയബിൾ ഇൻ സൈമൾട്ടേനിയസ്ലി. മൾട്ടിപ്പിൾ കോറിലേഷനിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് 3 or more വേരിയബിൾസിനെ സൈമൾട്ടേനിയസ്ലി സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദെൻ മെത്തേഡ്സ് ഓഫ് സ്റ്റഡി കോറിലേഷൻ. അതിൽ 3 മെത്തേഡാണ്. ഒന്ന് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്, ഒന്ന് കോറിലേഷൻ ഗ്രാഫ്, ദെൻ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഇതിൽ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനാണ്. കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അൾജിബ്രിക് മെത്തേഡ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. വി ഫൈൻഡ് ദ വാല്യൂസ് നോൺ ആസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോർമുല. ദിസ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അതൊരു കോറിലേഷനെ മെഷർ ചെയ്യാനുള്ള ഒരു അൾജിബ്രിക് മെത്തേഡാണ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ നമ്മളൊരു വാല്യൂ ഫൈൻഡ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ആ വാല്യൂ എന്ന് പറയുന്നത് -1ൻ്റെയും +1ൻ്റെയും ഇടയിലായിരിക്കും. കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് മേ ബി -1 ആകാം. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. -1 ആൻഡ് 0 ഇടയിലാണെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. 0 ആണെങ്കിൽ അവിടെ എന്താണ് കോറിലേഷൻ ഇല്ല. 0 ആൻഡ് +1 ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷനാണ്. +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. കാൾ പിയേഴ്സൺസ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാൾ പിയേഴ്സൺസ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.